ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് പെട്ടെന്നൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കുഞ്ഞ് സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന 2 സാധനം തന്നെ ആവശ്യമുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്കിതിലോട്ട് 1 കപ്പ് മൈദയും 1 കോഴിമുട്ടയും മാത്രമേ ആവശ്യമുള്ളൂ. കാര്യമായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് അതിപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ. ഒരു പാത്രത്തിലോട്ട് 1 കോഴിമുട്ട പൊട്ടിച്ച് വെക്കുക. ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുട്ടികളൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് ഇത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര അധികം ഓവറാവേണ്ട, 3 ടേബിൾ സ്പൂൺ മതിയാകും 1 കപ്പ് മൈദയ്ക്ക്. അധികം ഓവറായി നമുക്ക് അധികം കഴിക്കാൻ പറ്റില്ല. ഒരു പാകത്തിന് മധുരമാണ് നല്ലത്. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് വെക്കുക. നോർമൽ വാട്ടറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു പാകം കൺസിസ്റ്റൻസിയിൽ നമ്മളിത് മാവ് റെഡിയാക്കി എടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെള്ളം ചേർത്ത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്താലും മതി. അല്ലാതെ ഇങ്ങനെ ഫോർക്ക് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതും മതി. നല്ല കട്ട കെട്ടാതെ കുഴച്ച് ഒരു മാവാക്കി എടുക്കുക. കുട്ടികളൊക്കെ വിശക്കുന്ന സമയത്ത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്ക് വേണമെന്ന് വിചാരിക്കും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. വെള്ളം ഓവറാതെ ശ്രദ്ധിക്കുക. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ മാവ് റെഡിയാക്കിയെടുക്കാം. ഇങ്ങനെ ഫോർക്ക് കൊണ്ട് തന്നെ മിക്സ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഒന്ന് വെള്ളം ഇതാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ പെട്ടെന്ന് പരിപാടി ചെയ്യും. കറക്റ്റ് റെഡി ആവുകയും ചെയ്യും. കട്ടൊന്നും കെട്ടാതെ കിട്ടുകയും ചെയ്യും. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാതെയും ചെയ്യാം. നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ അതിൻ്റെ പകുതി ബേക്കിംഗ് സോഡ. നമ്മൾ എത്ര ബേക്കിംഗ് പൗഡർ എടുക്കുന്നു അതിൻ്റെ പകുതി മാത്രമേ ബേക്കിംഗ് സോഡ എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കരിഞ്ജീരകം ഉണ്ടെങ്കിൽ അത് ചേർക്കുക, അല്ലെങ്കിൽ എള്ള് ചേർക്കുക. ഞാൻ ഇവിടെ എള്ളാണ് ചേർത്തിട്ടുള്ളത്. നല്ല ചൂടായ പാനിലോട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഇങ്ങനെ തന്നെ ഒഴിക്കണം എന്നില്ല. ഞാൻ ജസ്റ്റ് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത്. ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ജസ്റ്റ് സ്പൂൺ കൊണ്ട് എണ്ണയിലേക്ക് നേരെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് സ്നാക്ക് ആയാൽ പോരെ. കുട്ടികൾക്ക് ഒരു അട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ തന്നെ നമുക്ക് തുറന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നോർമൽ ഉണ്ണിയപ്പമൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതിന് സമയം കൊണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ മാവ് റെഡിയാക്കലെല്ലാം കൂടി ടോട്ടൽ 10 മിനിറ്റൊക്കെ ആവുള്ളൂ. പെട്ടെന്ന് തന്നെ റെഡിയാവുന്നൊരു സ്നാക്കാണ്. നമ്മൾ കുട്ടികൾ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ എൻ്റെ മക്കൾ കരയുന്ന സമയത്തൊക്കെ അധികം ഉണ്ടാക്കി കൊടുക്കലാണ്. നമുക്കെല്ലാം ഇഷ്ടമാണ് ഈ സാധനം. ഇങ്ങനത്തെ ഒരു ഷേപ്പാകുമ്പോൾ അവർ കഴിക്കുകയും ചെയ്യും കേട്ടോ. നല്ല ടേസ്റ്റുമാണ് മുട്ടയും മൈദ കൂടി എല്ലാം മിക്സ് വരുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ചുട്ടെടുക്കാം. ഇങ്ങനെ 2 ബാച്ചൊക്കെ ചെയ്യാനുള്ള ഏകദേശമൊക്കെ ഉണ്ടാവും നമ്മൾ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സുഖമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി വൈകുന്നേരം കുട്ടികൾക്ക് എന്താ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ നമുക്ക് വിചാരിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കി. എനിക്കല്ലേ നമ്മളെ പഠിക്കുക ഓരോന്നും. ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും ഉപകാരമായെന്ന് വിചാരിക്കുന്നു. ഉപകാരമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ ബൈ.